ഫ്രണ്ട്സ്, നമ്മൾ 5ാം ക്ലാസ്സിലെ USCRT ബേസിക് സയൻസ് 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ജലം നിത്യജീവിതത്തിൽ. ഇവിടെ ഒരു കുട്ടി പറയുന്നതായിട്ടാണ്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. അപ്പോൾ പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ് ആദ്യം തന്നെ കൊടുത്തേക്കുന്നത്. ഇത് ഏതൊക്കെയാണ്? വലിയ മാലിന്യങ്ങൾ അരിച്ചെടുക്കുന്നു, പിന്നെ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, പല തട്ടുള്ള അരിപ്പുകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതാണ് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ. ഇനി ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളോ? ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഒരു ചിത്രീകരണമാണ് ഈ കൊടുത്തേക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നോക്കും, ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗം നോക്കാം. കുടിക്കാൻ നമ്മൾ ലിറ്ററിൽ 2.5 തൊട്ട് 2.5 ലിറ്റർ തൊട്ട് 3.5 ലിറ്റർ വരെ കുടിക്കാൻ ദിവസം ഉപയോഗിക്കുന്നു. പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ 3 തൊട്ട് 4 ലിറ്റർ വരെ ഉപയോഗിക്കും. ഇനി പാത്രങ്ങൾ കഴുകാൻ 6 തൊട്ട് 8 ലിറ്റർ വരെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ വീതം ഉപയോഗിക്കാം. പിന്നെ ശുചീകരണത്തിന് 50 ലിറ്റർ, മറ്റാവശ്യങ്ങൾക്ക് 30 ലിറ്റർ. അപ്പോൾ ആകെ 121.5 തൊട്ട് 125.5 വരെ ദിവസേന ജലം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് നോക്കാം, ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ. അപ്പോൾ തലച്ചോറിൽ 73% വെള്ളമാണുള്ളത്, തലച്ചോറിൽ. ഇനി രക്തത്തിലാണെങ്കിൽ 94% രക്തത്തിൽ ജലമാണുള്ളത്. വൃക്കകളിൽ 79%, പേശികളിൽ 75%, ഹൃദയത്തിൽ 75%, ശ്വാസകോശത്തിൽ 83%, അസ്ഥികളിൽ 31% ജലമാണുള്ളത്. അപ്പോൾ രക്തത്തിൽ 94% ജലമാണ്, തലച്ചോറിൽ 73%, പേശികളിലും ഹൃദയത്തിലും 75%-ഓളം ജലമാണുള്ളത്. വൃക്കകളിൽ 79%, ശ്വാസകോശത്തിൽ 83%, അസ്ഥികളിൽ 31%. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇനി എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് എന്ന് നോക്കാം. ആഗിരണം ചെയ്യപ്പെട്ട ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, പ്രകാശ സംശ്ലേഷണത്തിന്, ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്, സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന്. ഇതൊക്കെയാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്ന ധർമ്മങ്ങളെന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. ജലത്തിന് നിറവും മണവും ഉണ്ടോ? ഇല്ല. അപ്പം എന്തൊക്കെ പറയാം? ജലത്തിന് നിറവില്ല, മണമില്ല, ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. ഇനി ജലത്തിൻ്റെ ആകൃതിയെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്തത് ലീനം, ലായകം, ലായനി എന്താണെന്നാണ്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. എന്തിലാണോ ലയിക്കുന്നത് അതിനെ
ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് ലായനി എന്ന് പറയുന്നത്. അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി എന്ന് പറയുന്നത്. അപ്പം ലീനം ലായകം ലായനി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വരാം? ലായനിയിൽ പഞ്ചസാര ലായനി വരാം, സോഡ വരാം, പിന്നെ തുരിശ് ലായനി, നേർപ്പിച്ച വിനാഗിരിയൊക്കെ ലായനിയിൽ വരാം. ഇനി ഇതിനകത്ത് ഓരോന്നിലും ലായനി ലീനവും ലായകവും ഏതാണെന്ന് പറയാം. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ആയിരിക്കും ലീനം, ലായകം ഏതായിരിക്കും? വെള്ളം. പഞ്ചസാര ലായനിയിൽ ലായകം വെള്ളം, ലീനം പഞ്ചസാര, ലായനി എന്താണ്? പഞ്ചസാര ലായനി. ഇനി സോഡയിൽ ലീനം ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ലായകം ഏതായിരിക്കും? വെള്ളം. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ചല്ലേ സോഡ ഉണ്ടാകുന്നത്. ഇനി തുരിശ് ലായനി, അതിൽ ലീനം തുരിശായിരിക്കും, ലായകം വെള്ളമായിരിക്കും. നേർപ്പിച്ച വിനാഗിരിയിലോ വിനാഗിരി ആയിരിക്കും ലീനം, ലായകം എന്തായിരിക്കും? ലായകം വെള്ളമായിരിക്കും. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് കണ്ടിട്ടില്ലേ? അതെന്താണ് അതിന് കാരണമെന്ന് പറയുന്നത്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? യൂണിവേഴ്സൽ സോൾവെന്റ് അഥവാ സാർവിക ലായകം എന്ന് പറയുന്നു. ഇനി എന്താണ് ബാഷ്പീകരണം എന്ന് നോക്കാം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്ത് പറയുന്നു? ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഓരോ പരീക്ഷണങ്ങളാണ്. ഇനി വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. വിധാനം പാലിക്കുന്നു എന്നതുള്ളത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇപ്പം മഴക്കാലത്തും പിന്നെ വേനൽക്കാലത്തും ഒക്കെയാണ് കിണറുകളിൽ ജലനിരപ്പ് വ്യത്യാസം, അതായത് കിണർ അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ ജലവ്യത്യാസം ഉണ്ടാകുന്നത്. ജലത്തിൻ്റെ നിരപ്പിൽ വ്യത്യാസം വരുന്നു. ഇനി എന്താണ് ജലസ്രോതസ്സുകൾ? അപ്പോൾ ഭൂമിയിലെ പ്രധാന ജലശേഖരണം എവിടാണ്? കടലിലാണ് ഉള്ളത്. കടലിൽ വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേരുന്നത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ജലത്തുള്ളിക്ക് പറയാനുള്ളത്: ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറുകണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. കരുതി വയ്ക്കാം നാളേക്ക്. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകാറുണ്ട്. മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് ജലലഭ്യത ഉറപ്പുവരുത്താം. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴവെള്ള സംഭരണി ഉണ്ടാക്കാം, തടയണകൾ കെട്ടാം, പിന്നെ കയ്യാലകൾ പണിയാം, കിണർ റീചാർജിങ്, ഇവയിലൂടെയൊക്കെ നമുക്ക് മഴവെള്ളം സംഭരിച്ചു വെക്കാൻ പറ്റും. ശുദ്ധജലം എപ്പോഴും അമൂല്യമായിട്ടുള്ളൊരു കാര്യമാണ്, അത് പാഴാക്കരുത്.
ഇത്രയായിരുന്നു ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ജലത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ലീനം, ലായകം, ലായനി എന്താണെന്ന് പറയുന്നുണ്ട്. ജലം സാർവിക ലായകമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിലും എത്രമാത്രം ജലത്തിൻ്റെ അളവുണ്ടെന്ന്, എത്രമാത്രമാണുള്ളത്. തലച്ചോറിൽ എത്രയായിരുന്നു? 73%. രക്തത്തിൽ ഏറ്റവും കൂടുതൽ രക്തത്തിലാണ് 94% ജലമാണുള്ളത്. വൃക്കകളിൽ 79%, പേശികളിലും ഹൃദയത്തിലും 75% വീതമുണ്ട്. ശ്വാസകോശങ്ങളിൽ 83%, അസ്ഥികളിൽ 31%. ഇത്രയാണ് ജലത്തിൻ്റെ അളവ്. പിന്നെ പ്രതിദിനം നമ്മൾ ജലം ഉപയോഗിക്കുന്നത് കുടിക്കാൻ 2.5 മുതൽ 3.5 വരെ ഉപയോഗിക്കുന്നുണ്ട് പ്രതിദിനം. ഇത്രയൊക്കെയായിരുന്നു ഈ ചാപ്റ്റർ പറയുന്നത്. താങ്ക് യു.